ഹലോ ഹായ് കൂട്ടുകാരെ, ഗുഡ് ഈവനിങ്. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ കേരളത്തിലിപ്പം ഒരു മെയിൻ പ്രശ്നമായിട്ട് വന്നേക്കും. ഇപ്പം ഞാനൊരു പഞ്ചായത്തിലാണ് താമസിക്കുന്നത്, പള്ളിക്കൽ പഞ്ചായത്ത്. അപ്പോൾ എൻ്റെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം 1940 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോഴും നമുക്കൊരു പൈപ്പ് ലൈൻ ഇല്ല, കുടിവെള്ളം എന്ന് പറഞ്ഞ ഒരു സാധനം നമുക്കില്ല. അപ്പം ഞങ്ങൾ റോഡ് സൈഡിൽ നിൽക്കുന്നവർക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു വണ്ടിയിലൊക്കെ കൊണ്ട് കൊടുക്കും. പക്ഷെ നമ്മൾ ഉള്ളിലോട്ട് ഒരു പോക്കറ്റ് റോഡിനകത്തോട്ടാണ് വീട്, പക്ഷെ അവിടെ വണ്ടിയിലൊന്നും വരത്തില്ല. അപ്പം നമ്മൾ ഓരോ ചൂട് സമയത്തും ഇപ്പം നമ്മൾ വെള്ളം പറ്റും, ഒരു ഫെബ്രുവരി മാർച്ചിൽ വെള്ളം പറ്റും. പിന്നെ 2-3 മാസത്തേക്ക് നമ്മൾ വെള്ളം മേടിക്കും, 500 ലിറ്റർ വെച്ച് വെള്ളം മേടിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര പാടാണ് അവിടെ നിൽക്കുക. അവിടെ ഒന്നാമത്തെ കാര്യം ഇതാണ് മെയിൻ ഒരു പ്രശ്നം. ഇപ്പം ഞാൻ ഈ ഗൾഫിൽ ഒരു 12 വർഷം കൊണ്ടുണ്ട്. ഇവിടെ കുടിവെള്ളത്തിനൊരു ഇഷ്യൂ ഇല്ല. നമ്മുടെ നാട്ടിലാണ് കുടിവെള്ളത്തിന് ഇഷ്യൂ. എന്നാൽ ഇത്രയും നദികളും പുഴകളും ഒക്കെ ഉള്ള ഒരു പഞ്ചായത്തിൽ ഇത്രയും വർഷം ഒരു കുടിവെള്ള പദ്ധതി വീടുകളിലില്ല. അതാണ് പള്ളിക്കൽ പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളിക്കൽ പഞ്ചായത്തിൽ ഒരു ഇലക്ട്രിസിറ്റി ഓഫീസൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ലോഡ് ഷെഡിങ്, കറണ്ട് പോകുമെന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു 5, 10, 15 വട്ടം തന്നെ കറണ്ട് ഇങ്ങനെ പോയി വന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും നമ്മൾ അവിടെ പോയി പറയുകയൊക്കെ ചെയ്യും. പക്ഷേ എന്തുവരും രാത്രിയിലൊക്കെ പോകും, ഒത്തിരി വട്ടം പോകും, 10-15 വട്ടമൊക്കെ പോകും. നമ്മളവിടെ സംസാരിച്ച് ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു സബ്സ്റ്റേഷൻ അവർക്കുള്ള സ്ഥലമില്ല, സ്ഥലം എടുക്കും. അപ്പോൾ സ്ഥലം എടുത്തെന്ന് പറയുന്നത് എന്നിട്ട് ഇപ്പോൾ ഒന്നുമില്ല. അങ്ങനെ പിന്നെ വോൾട്ടേജ് ഭയങ്കര ശോകം. വോൾട്ടേജ് കൊണ്ട് നമ്മുടെ ഫ്രിഡ്ജൊക്കെ വീട്ടിൽ അടിച്ചു പോയി, ഒരു AC ഉണ്ട്, വർക്ക് ചെയ്യാനൊക്കത്തില്ല. അങ്ങനെയൊക്കെ മൊത്തത്തിൽ ഭയങ്കര ഇഷ്യൂ ആണ്. അപ്പം ഞാൻ ഈ KSEBയെ കുറിച്ച് ഞാൻ സ്റ്റഡി നടത്തിയപ്പോഴത്തേക്ക് ഇപ്പം ആദ്യം നമ്മൾ ഫിലമെൻ്റ് ബൾബും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഫിലമെൻ്റ് ബൾബ് മാറ്റി നമ്മളെന്ത് കൊടുത്ത് എല്ലാവരും LED ബൾബ് ഇട്ടു. പിന്നെ ആദ്യം നമ്മൾ ഫ്ലൂറസെൻ്റ് എല്ലാവരും 2 ലൈറ്റ് ആയിരുന്നു. പിന്നെ അത് മാറ്റി പിന്നെ നമ്മൾ LED ബൾബ് ഇട്ടു. നമ്മുടെ കറണ്ട് ചാർജ് കുറഞ്ഞില്ല. പിന്നെ സോളാർ വെച്ചു. പിന്നെ നമ്മൾ എല്ലാം 5 സ്റ്റാർ. ഇപ്പം നമ്മുടെ കേരളത്തിൽ മാത്രം എല്ലാവരും 5 സ്റ്റാറാണ് മേടിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ ഒരു 3 സ്റ്റാർ ACക്ക് 35,000 ആണെങ്കിൽ 5 സ്റ്റാർ വരുമ്പോൾ 50,000 രൂപ. 50,000 രൂപ കൊടുത്ത് നമ്മൾ AC മേടിക്കുന്നു. AC മേടിക്കുന്നു. പക്ഷേ ഈ AC മേടിച്ചാലും നമുക്ക് അത് യൂസ് ചെയ്യാൻ ഒക്കുന്നില്ല, ഒരു പ്രോപ്പർ യൂസ്. അപ്പോൾ ഈ അവസ്ഥ നമ്മൾ മാത്രമല്ല, നമ്മൾ എല്ലാവരും കേരളത്തിൽ അനുഭവിച്ച് പോകുന്നുണ്ട്. അപ്പം ഞാനിന്ന് കുറച്ച് കണക്കുകൾ ഇങ്ങനെ എടുത്ത് നമ്മുടെ നെറ്റിൽ നോക്കി KSEBയെ കുറിച്ചൊന്ന് പഠിച്ച്. ഇത് പ്രൈവറ്റ് കമ്പനിയാണെന്ന് പറയുന്നത്, പക്ഷേ ഇത് ഗവൺമെൻറ് അണ്ടറിൽ വരുന്നുണ്ട്. കാരണം അതെനിക്കൊന്ന് രാഷ്ട്രീയക്കാർക്ക് ഇതിൽ നിന്ന് ഭയങ്കര ജനറേറ്ററും ബാക്കിയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണെന്നറിയാം. കാരണം ഇതിൽ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലാവലിൻ തുടങ്ങിയ കമ്പനിയിൽ നിന്നൊക്കെ ഹൈ ജനറേറ്റർ, ടർബൈൻസ് ഒക്കെ മെയിൻ്റനൻസിന് ചെയ്യുമ്പോൾ ഇതിൽ പൈസ മൊത്തം രാഷ്ട്രീയക്കാർ അടിച്ചു മാറ്റും. അങ്ങനെ കുറേ കേസുകളുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കറിയാമല്ലോ, ഇതൊരു രാഷ്ട്രീയക്കാർക്ക് പൈസ ഉണ്ടാകുന്നത് അവർ അണ്ടറിൽ വെച്ചേക്കാണ്. പിന്നെ അതിൽ ജീവനക്കാരുടെ കാര്യം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, SLC തോറ്റവന് 1 ലക്ഷം ശമ്പളമൊക്കെ മേടിക്കുന്നുണ്ട്. സ്മാർട്ട് മീറ്റർ അവർ കൊണ്ടുവന്നിട്ടില്ല, സ്മാർട്ട് മീറ്റർ കൊണ്ടുവന്നു. പിന്നെ അതുപോലെ അവരുടെ ഒരു ഭയങ്കര കോമഡി എന്നൊക്കെ വെച്ച് ഞാൻ ChatGPT നിന്ന് നോക്കിയത് കുറച്ച് കാര്യം. അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ 44 നദികളുണ്ട്. കേരളത്തിൽ ഈ 44 നദികളിൽ 11 എണ്ണത്തിൽ മാത്രമേ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. അത് കൂടുതലെന്ന് വെച്ചാൽ പെരിയാർ നദി, അതിലാണ് നമ്മുടെ ഇടുക്കിയൊക്കെ ഉള്ളത്, 750 മെഗാവോൾട്ട് അവിടെ. പിന്നെ പെരിങ്ങൽകുത്ത് 32 വോൾട്ട്. അപ്പോൾ ഏറ്റവും കുറവ് 32 വോൾട്ടും ഏറ്റവും കൂടുതൽ 750 മെഗാവോൾട്ട്, 32 മെഗാവോൾട്ടാണ്. അപ്പം ഏറ്റവും ചെറുത് അപ്പോൾ നമ്മുടെ ടോട്ടൽ കപ്പാസിറ്റി 2000 MB മെഗാവോൾട്ടാണ് നമുക്കൊരു ദിവസം ഉണ്ടാക്കുന്നത്. അതാണ് അവരുടെ ഒരു KSEBയുടെ കണക്ക്. അപ്പം നമ്മുടെ മൊത്തം ഉൽപ്പാദനം എന്ന് വെച്ചാൽ 8000 MU, മില്യൺ യൂണിറ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ മൊത്തം ഉൽപ്പാദനം 8000 പക്ഷേ നമുക്ക് വേണ്ടത് 32,000. അപ്പോൾ 24,000 ഇത് മില്യൺ യൂണിറ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നു. ആ പുറത്തുനിന്ന് വാങ്ങാൻ നമുക്ക് അവസരം ഉണ്ടാക്കി കേന്ദ്ര പൂളി ഇത് കണക്ട് ചെയ്യുന്നുണ്ട്. ഇല്ല, ഒരിക്കലും ആന്ധ്രയിലും കർണാടകയിൽ വൈദ്യുതി നമുക്ക് മേടിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള സ്റ്റേറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്, കർണാടക, ആന്ധ്ര എല്ലാം പവർ പ്ലാന്റുകളുണ്ട്. അവിടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രൈവറ്റ് കമ്പനികൾ പവർ പ്ലാന്റ് ഉണ്ടെങ്കിൽ അവർ KSEBയ്ക്ക് വയ്ക്കണം, അവർക്ക് അവിടെ ഇല്ല. ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് ആവാത്തൊരു മെയിൻ കാരണം കേരളത്തിൽ ഞാൻ സ്റ്റഡി ചെയ്തപ്പോൾ എന്താണെന്നറിയാം, ഞാൻ 1-2 നോക്കിയപ്പോഴത്തേക്ക് അവരുടെ മെയിൻ ഇത് വരും, നമ്മുടെ കറണ്ടില്ല, ഇൻഡസ്ട്രികൾക്ക് വർക്ക് ചെയ്യാനുള്ള കറണ്ടില്ല. ടോട്ടൽ ഒരു 20% പോലും കുറവിലാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇതുള്ളത്. അതും ഈ കറണ്ട് പോയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വലിയ വലിയ കമ്പനികളൊന്നും ഇവിടെ വരത്തില്ല. എന്നാലും അവർ സെപ്പറേറ്റ് ഇലക്ട്രിസിറ്റിക്കുള്ള കാര്യങ്ങൾ അവരുണ്ടാക്കണം. ഈ ഡാമിൻ്റെയൊക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 24,000 MU മില്യൺ യൂണിറ്റ് നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുക. ഇപ്പോൾ 24,000 ഒന്ന് ആലോചിച്ച് നോക്കുക. അത് അവർ മേടിക്കുന്ന അതിലുണ്ട്. പിന്നെ അന്നത്തെ ഇതിൽ ഡാം നിർമ്മിച്ച ഇടുക്കി ഡാം 1963 അവസാനം ഇടുക്കി ഡാം ഉണ്ടാക്കി, 63 ഉണ്ടാക്കി. പിന്നെ അവസാനം ഉണ്ടാക്കിയ ഡാം 1997.
ലോവർ പെരിയാർ. അതിനുശേഷം ഒരു പ്രോജക്റ്റ് ഇവർ ചെയ്തിട്ടില്ല. പിന്നെ അവരുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരി മലക്കറിയൊക്കെ വെളിയിൽ നിന്ന് മേടിക്കുന്ന പോലെ വൈദ്യുതി വെളിയിൽ നിന്ന് മേടിക്കുക. അവർ 3 രൂപ 4 രൂപയ്ക്ക് മേടിക്കുക, 7 രൂപ 8 രൂപയ്ക്ക് നമുക്ക് കൊടുക്കുക. ഈ പരിപാടി കൊണ്ട് അവർ ഇരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത്ര നദികൾ യൂട്ടിലൈസ് ചെയ്യാനോ അല്ലെ കുറച്ച് പവർ പ്ലാന്റുകൾ ഉണ്ടാക്കാനോ അല്ലെ അതിന് ആൾട്ടർനേറ്റീവ് മെത്തേഡ് ഉണ്ടാക്കാനോ ഇവർ ശ്രമിച്ചിട്ടില്ല. അതാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇനി ഇലക്ട്രിസിറ്റിയാണ്. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ കാലാവസ്ഥയൊക്കെ മാറി, എല്ലാ വീട്ടിലും എ സികളായി. ഇനിയിപ്പോൾ നാളെ എ സി വെച്ച് എ സി നമുക്ക് യൂസ് ചെയ്യാനൊക്കത്തില്ല. അല്ലേ ഒരു കാര്യം ചെയ്യേണ്ട, അവർ ഈ മോണോപ്പൊളി മാറ്റിയിട്ട് പ്രൈവറ്റ് കമ്പനികളോട് വരാൻ സമ്മതിക്കണം. അപ്പോൾ നമുക്ക് ആരിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കും. എന്ന് വെച്ചാൽ KSE മാത്രം നിൽക്കുകയും ചെയ്യുന്നുണ്ട്, അവർ പ്രോപ്പറായിട്ട് തരുന്നുണ്ട്. അവർ പറയുന്നത് എന്തുവാ, നമുക്ക് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാം, ആവശ്യമുള്ള സമയത്ത് അവർ പറയുന്നത് യൂസ് ചെയ്യരുതെന്നാണ് പറയുന്നത്. ഒരു വിരോധാഭാസമല്ല. ആവശ്യമുള്ള നമ്മൾ ഇത്രയും പൈസ കൊടുക്കുന്നുണ്ട്, നമുക്ക് യൂസ് ചെയ്യാൻ ആവശ്യമുള്ള സമയത്ത് അവർ തരികയാണ് ചെയ്യണം. അതുപോലെ അവർക്ക് തരാൻ ഒക്കുന്നില്ല. എന്നിട്ട് അവർ പറയുന്ന ഉപയോഗം കുറയ്ക്കണം, എ സി ഇടരുത്, ഫാൻ ഇടരുത്, മിക്സി ഇടരുത്, ഒന്നും ചെയ്യരുത്. ബാക്കി എല്ലാവരും ഇവർ പറയുന്ന പോലെ കേട്ടോണ്ടിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി കേരളത്തിൻ്റെ ഒരു അവസ്ഥയെ. പിന്നെ ഇതിൽ കോമഡിയുണ്ട്. അവരാദ്യം LED ബൾബ് മേടിച്ച് 5 സ്റ്റാർ ഉപകരണങ്ങൾ മേടിച്ച് ഇതുമെല്ലാം ചെയ്ത് നമുക്ക് ബില്ല് കുറവ് വന്നു. സോളാർ വെക്കുന്നവർക്ക് സോളാറിന് പകൽ അവരങ്ങോട്ട് സോളാർ കൊടുക്കും 3 രൂപ കൊടുക്കും. രാത്രി അവർ സോളാർ അല്ലാതെ അവർ കറണ്ട് യൂസ് ചെയ്യുന്നതിന് 7 രൂപ മേടിക്കും. അവർക്ക് നഷ്ടം. തന്നെ 10,000 ബില്ല് കൊടുത്ത് എനിക്ക് ശ്രീലേഖ ആർക്ക് ഒരു പ്രശ്നം ഉണ്ടായ എനിക്ക് ഓർമ്മയുണ്ട്. സോളാർ വെച്ചവർക്ക് 2 രൂപ 3 രൂപയേ ഉള്ളൂ യൂസ് ചെയ്ത് അവർക്ക് കൊടുക്കുന്നത്. അവർ വൈദ്യുതി അങ്ങോട്ട് കൊടുത്താൽ, പക്ഷെ അവർക്ക് തിരിച്ച് അവർ രാത്രി യൂസ് ചെയ്യുമ്പോൾ 7 രൂപ അവരെ ഇത് മേടിക്കും. പിന്നെ ഞാൻ വേറെ കണക്ക്, മുല്ലപ്പെരിയാർ ഡാം നമ്മുടെ ഡാമാണ്. നമുക്കതിൽ നിന്ന് വെള്ളവും ഇല്ല, കറണ്ടും ഇല്ല. അത് കറണ്ട് കിട്ടിയാൽ നമുക്ക് കുറച്ചൊരു നല്ലതായിരുന്നു. പക്ഷേ അവിടുത്തെ പ്രശ്നം ഈ മുല്ലപ്പെരിയാർ ഡാമിനെ എല്ലാം തമിഴ്നാടിനെ ഒരു കരാറുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയക്കാരല്ലാതെ ഈ 3 പാർട്ടികൾ എൻ്റെ അറിവ് കൈക്കൂലി മേടിക്കുന്നുണ്ട്. കൈക്കൂലി മേടിച്ചിട്ട് അവരത് ഒതുക്കുക. അതിന് വലിയ പ്രതിഷേധമൊന്നും ഇവിടെ ഉണ്ടാകുന്നില്ല ഒരു പാർട്ടിയിലും. അത് വൈദ്യുതിയും കറണ്ടും എല്ലാം അവർ തന്നെ കൊണ്ടുപോകണം, വെള്ളവും എല്ലാം നമ്മൾ മെയിൻ്റെനൻസ് ചെയ്ത്. ഈ 1997 ശേഷം ഒരു പവർ പ്ലാന്റോ ഒരു തെർമൽ പ്ലാന്റോ അല്ലെ ഒരു പദ്ധതി പോലും ഉണ്ടാക്കാൻ KSEBയോ കേരള സർക്കാർ ശ്രമിച്ചില്ലെന്നുള്ളതാണ്. അതാണ് ഇനിയിപ്പോൾ നമ്മൾ വരാൻ പോകുന്ന വൈദ്യുതിക്ക് ഭയങ്കര ഇഷ്യൂ നമ്മുടെ നാട്ടിൽ വരും. ഇപ്പോൾ കേന്ദ്ര പോളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കിപ്പോൾ കിട്ടുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ ഇരുട്ടിലിരുന്നേനെ. അതുപോലെ പിന്നെ ഇവർ ഇതെല്ലാം മേടിക്കുന്ന കോപ്പറേറ്റീവ് ഭീമന്മാരുടെ ഇവരുടെ പരിപാടി എന്ന് വെച്ചാൽ ഇപ്പം അത് എനിക്ക് എന്തോ ഒരു ഇതുണ്ട്, ഒരു കമ്മീഷനുണ്ട്, അല്ലെങ്കിൽ ഇവർ മേടിക്കത്തില്ലല്ലോ. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് ഭീമന്മാരാണ്. അദാനി, അംബാനി, റിലയൻസ് അവരുടെയൊക്കെ ഇത് പവർ പ്ലാന്റിൽ നിന്ന് ഇവർ മേടിക്കുന്ന 3 to 5 രൂപ വരെ ഇവർ ഇലക്ട്രിസിറ്റി വാങ്ങിച്ച് അത് 70% പുറത്ത് 70% നമ്മൾ പുറത്തുനിന്ന് മേടിക്കുക. 70% പുറത്തുനിന്ന് മേടിച്ചിട്ട് നമുക്കതെന്ത് പറ്റി 7 to 8 വരെയൊക്കെ വിൽക്കുന്നു. മനസ്സിലായി. ഇപ്പോൾ രാത്രി ഉപയോഗിച്ച കൂടുതലാണെന്ന് പറയുന്നത് പലർക്കും ബില്ല് വരുന്നത് ഒരു അൺസർട്ടനിറ്റി ബില്ലാണ്. ചിലർ അവിടെ 8,000 രൂപ വരുന്നു, ചിലർക്ക് 10,000 രൂപ, ലക്ഷങ്ങളൊക്കെ ബില്ല് വരുന്നു. ഒന്ന് ആലോചിച്ച് ഇവരെന്തോ നോക്കി ഈ ബില്ലിടുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതിൽ ഇത് അറിഞ്ഞൂടെ ഞാൻ പറഞ്ഞില്ല. ഇപ്പം 100 യൂണിറ്റ് വരെ എത്ര 350, 150 ആകുമ്പോഴത്തേക്ക് 450, പിന്നെ അത് 200 ആകുമ്പോഴത്തേക്ക് 5 സംതിങ്, 250 വന്നാൽ പിന്നെ 6 സംതിങ്, പിന്നെ 7 സംതിങ്. അതിൽ 2 മാസത്തെ കൂടെ വരെ കൂടും. ഒരു മാസം തന്നെ 300 യൂണിറ്റ് മേളിൽ. അത് ലോകത്ത് എവിടെ അങ്ങനെ കണക്കില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു പൊറോട്ട എന്നാൽ 10, 2 പൊറോട്ട എന്നാൽ 20, 3 പൊറോട്ട എന്നാൽ 30. അല്ല അങ്ങനല്ലേ വരണ്ടേ. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊറോട്ട എന്നാൽ 10, ഈ 2 പൊറോട്ട എന്ന് കഴിഞ്ഞാൽ എത്ര വരും? 30 വരും. ഒരു ആദ്യത്തെ പൊറോട്ടയ്ക്ക് 10, രണ്ടാമത്തെ പൊറോട്ടയ്ക്ക് 20. ഇനി 3 പൊറോട്ട വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പൊറോട്ട 10, രണ്ടാമത്തെ പൊറോട്ട 10, മൂന്നാമത്തെ 30. അപ്പോൾ എത്രയായി? 50, 60 രൂപ വരും. ഇതാണ് ഇവരുടെ ഒരു പരിപാടി. ഇതിന് റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളൊക്കെ നമ്മൾ നോക്കുകുത്തിയായിട്ട് ഇരിക്കുകയാണ്. അവരുടെ അടുത്ത് ഞാൻ ആർക്കൊന്നും പറയാൻ ഒക്കുന്നില്ല. ഇത് ഇച്ചിരി ഇഷ്ടമായിട്ട് വരും. കാരണം ഇത് നമ്മളിത് നോക്കിയില്ലെങ്കിൽ, നമ്മളിത് മലയാളികൾ മുന്നോട്ട് ഇറങ്ങിയില്ലെങ്കിൽ എമ്മാരെ നമ്മളെ കുളിപ്പിച്ച് കിടത്തും. പിന്നെ ഇവർ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1990 ഇവർ വന്നിട്ട് മുല്ലപ്പെരിയാർ ഡാം അവർക്ക് ചെയ്യായിരുന്നു, സൈലൻറ്റ് വാലി ചെയ്യായിരുന്നു, വേറെ കുറേ പദ്ധതികൾ വന്നതാണ്. പക്ഷെ അവിടെ എല്ലാം കൊണ്ട് ഇവർ എന്ത് കൊടുത്ത് നമ്മുടെ പ്രമുഖ പാർട്ടിക്കാർ കൊണ്ട് കുടിയും കുത്തിയ ഒരു പണിയൊന്നും സമ്മതിച്ചില്ല. അപ്പോൾ നമ്മുടെ മലയാളിയുടെ പ്രശ്നം എന്താണ്? നമ്മൾ ഭയങ്കര എത്തിക്സ് ഉള്ളവരോ. ഈ ലോകം മൊത്തം ഡെവലപ്പായ എന്തുവാ, എല്ലായിടത്തും ലാൻഡും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ആതിരപ്പള്ളിയിലാണ് കാണിക്കും സിംഹവാലം കുരങ്ങെന്നൊരു സാധനം അത് പറഞ്ഞത്. അവിടെ ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വന്നാൽ സിംഹവാലം കുരങ്ങ് എന്ത് കൊടുക്കും? മേലോട്ട് കയറിപ്പോത്തുള്ളൂ. സിംഹവാലം കുരങ്ങ് അവിടെ തന്നെ ഇരിക്കത്തൊന്നുമില്ല. അതിന് ആവാസവ്യവസ്ഥ മാറി. നമ്മൾ ശബരിമലയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരോരോ കാരണങ്ങൾ പറഞ്ഞ് കുറച്ച് ആളുകൾ പബ്ലിസിറ്റി എടുക്കാൻ വേണ്ടി അത് NGOs ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. നമ്മുടെ കൽപ്പാക്കം പോലും അവർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമ്മളൊരിക്കലും ഒരു വലിയൊരു പവർ പ്ലാന്റ് ഉണ്ടാക്കാനോ നമ്മൾ സ്ഥിരത ഇതായിരിക്കും നമ്മളവിടെ നിന്ന് വൈദ്യുതി മേടിക്കത്തില്ല. ഇതിന് പിന്നെ ഒത്തിരി കളികളുണ്ട്. അപ്പം നമ്മുടെ ഒരു പ്രശ്നം ഇപ്പോൾ മനസ്സിലായില്ലേ. അപ്പം നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് ചെയ്യുന്ന പരിപാടി എന്തുവാ, അവർ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളെ പറ്റിക്കുന്നു,
ഒരിത് ഉണ്ടാക്കുന്നെങ്കിൽ അവരിവിടെ ഒരു പവർ പ്ലാന്റോ ബാക്കിയുള്ള കാര്യങ്ങളോ തെർമലോ ഒക്കെ ഉണ്ടാക്കി നമുക്ക് കേരളത്തിന് വേണ്ടി ഒരു നല്ലൊരു വോൾട്ടേജ് ഇല്ലാത്തൊരു സിസ്റ്റം വന്നിട്ട് ഇവിടെ ഒരു കമ്പനികൾ വരും. നാളെ വലിയൊരു കമ്പനി വന്നാൽ അവർ ജനറേറ്റർ വെച്ചാൽ ഒരിക്കലും വർക്ക് ചെയ്തവർക്ക് ലോസ് ആവത്തില്ല. അതേപോലെ നമുക്ക് കൃഷിക്കൊന്നും ഇവരൊന്നും ഒരു സബ്സിഡിയും കൊടുക്കുന്നില്ല. ഒരു ചായക്കടക്കാരൻ അവന് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാൻ ഒക്കുന്നില്ല. ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്താൽ ഗ്യാസിനെക്കാട്ടി 3 ഇരട്ടിയാണ്. 4000 കൊടുത്ത് അവർക്ക് കുറ്റി എടുത്താൽ ലാഭം. പക്ഷേ ആ സമയത്ത് ഇലക്ട്രിക്കൽ പാനൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ ഒക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന ഈ വികസനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ട് ഇവർ ഇതൊന്നും ചെയ്തിപ്പോൾ ഈ കണക്കെടുത്ത് നോക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇത്ര 32 വരുന്നതിൽ നിന്ന് 24 നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുക. നാളെ എന്തെങ്കിലും ഒരു ഇഷ്യൂ പറ്റി വെളിയിൽ നമുക്ക് സാധനം കിട്ടിയില്ല, നമ്മളിങ്ങനെ ഈ അരി വന്നില്ല, പട്ടിണി കിടക്കുന്ന ഇലക്ട്രിസിറ്റി വന്നില്ല, നമ്മൾ കിടക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഇതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഉത്തരവാദിത്തങ്ങൾ നോക്കുന്നു? നമ്മൾ ഡെവലപ്മെൻ്റ് ഒന്ന് ഇലക്ഷൻ വരുമ്പോൾ മാത്രം എല്ലാവരും ഡെവലപ്മെൻറ്റ് വരും. ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഡെവലപ്മെൻറ്റ് വേണ്ട, ഒന്നും വേണ്ട. പിന്നെ ഇവരെല്ലാം അഴിമതി പല കാര്യങ്ങളെല്ലാം പോകുന്നു. ഇപ്പം തന്നെ ഒരു കുട്ടി മരിച്ചു തന്നെ കണ്ടില്ലേ? അതാണ് പ്രശ്നം. നമ്മുടെ നാട്ടിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ ഇവർ ഒരു വിധത്തിൽ ഒരാൾ രക്ഷപ്പെടാൻ അവർ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഇനി ഞാൻ പറഞ്ഞിട്ടൊരു ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു കുടിവെള്ള പദ്ധതി നമ്മുടെ നാട്ടിൽ ഇല്ല. ഇപ്പോഴും വണ്ടിക്കകത്ത് കൊണ്ട് അത് ഏത് വെള്ളമാണെന്ന് പോലും അറിഞ്ഞുകൂടാ, അടിച്ചാൽ കൊടുക്കുന്നത്. പൈപ്പ് ഇട്ട് ഓസിട്ട് വൃത്തിയാണോ വൃത്തിയല്ലയോ, ഞാൻ അവിടെ വല്ല കക്കൂസ് മാലിന്യം കൊണ്ടിട്ട് നടത്തുന്നതാണ് ഇവരെടുത്തുകൊണ്ട് വരുന്നത്. ആർക്കറിയാം? ഒരു പൈപ്പ് വെള്ളം കൊണ്ട് ഇപ്പോഴും കൊടുക്കുന്നത്, അതിന് ഇവർ നല്ലൊരു ഫണ്ട് അടിച്ചു മാറ്റുന്നു. ഒരു കുടിവെള്ള പദ്ധതി ഇല്ല, നല്ലൊരു കുളം അവർ വൃത്തിയാക്കുന്നില്ല, ഒന്നും വൃത്തിയാക്കുന്നില്ല. എന്ത് പിന്നെ ഇവർ ചെയ്യുന്നത്? ഒരു ഇലക്ട്രിസിറ്റിയോ ഒരു വെള്ളം പോലും അവർക്ക് ചുവന്നേരം കൊടുക്കാൻ ഇവരെ കൊണ്ട് എത്രയോ വർഷം ഭരിച്ചിട്ട് അവരെ കൊണ്ട് ഒക്കുന്നില്ല. ഇപ്പോഴും ഞാൻ തിരുവനന്തപുരത്തൊക്കെ വാട്ടർ ഇഷ്യൂ ആണ്, ഒന്ന് ആലോചിച്ച് നോക്ക്. കാരണം നമ്മുടെ പൈപ്പ് ലൈനൊക്കെ പഴയതായി, പള്ളിക്ക് കൂടെ പൈപ്പ് ലൈൻ പോലും ഇല്ല, വാട്ടർ അതോറിറ്റിയുടെ വെള്ളവും ഇല്ല. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. എന്ത് പാടാന്നറിയാം ആളുകൾക്ക്. ഇതൊക്കെ ഒരു പ്രശ്നമാണ്. നമ്മൾ ഈ എല്ലാ രാഷ്ട്രീയക്കാരും ജയിച്ചു പോകുന്നു, അത് പോകുന്നു, ഇത് പോകുന്നു. ഇത് കഴിഞ്ഞാൽ പിന്നെ അവരിതൊന്നും നോക്കുന്നില്ല. ഇലക്ഷൻ ടൈം ഇപ്പോൾ എല്ലാവരും വികസനമാണ് പറയുന്നത്. ഈ വികസനം എന്ന് പറയുന്നത് 25 വർഷമൊക്കെ ഇരുന്നവരുടെ പഞ്ചായത്തുകൾ, നമുക്കൊരു പഞ്ചായത്തിനാണെങ്കിൽ പഞ്ചായത്ത് മെമ്പറുണ്ട്, ഒരു ബ്ലോക്ക് മെമ്പറുണ്ട്, പിന്നെ നമുക്കൊരു MLA ഉണ്ട്. നമ്മുടെ റോഡ് ഇവർ ശരിയാക്കുന്നില്ല, ഇവരൊന്നും ചെയ്യുന്നില്ല. ഇവരെന്ത് ചെയ്യുന്നത് എനിക്കറിഞ്ഞൂടെ. എന്താണ് ഇവരെ കൊണ്ടാണ് വീട് പോലും ആൾക്കാർക്ക് കിട്ടുന്നില്ല. ഇത്രയും വർഷമായിട്ട് ഒരു 10 വർഷം ഇരുന്ന ഗവൺമെൻറ്റിന് കേരളത്തിൽ എല്ലാവർക്കും ഒരു ഭവനം ഉണ്ടാക്കി കൊടുക്കാൻ കൊടുത്തില്ല. ഇവർ എത്ര കോടി രൂപയുടെ ദൂരത്ത് നടത്തി? ആ പൈസ പോരാ അവർക്ക് എത്ര പേർക്ക് വീട് വെച്ച് കൊടുക്കാമായിരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് ചെയ്യാമായിരുന്നു. ഇവരൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് അത് നമ്മുടെ കയ്യിലെ പ്രശ്നമാണ്. നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിൽ മതം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇടപെട്ടിട്ട് അവരെ സൂചിപ്പിച്ചിട്ട് ഇവരെങ്ങനെയും അധികാരത്തിൽ കയറിയിട്ട് പിന്നെ അവരുടെ ദൂരത്തുകളെല്ലാം തുടങ്ങി 5 വർഷം ഇരുന്ന് ഭരിച്ചിട്ട് ഏതെങ്കിലും രീതി കൊണ്ട് ഇവരെല്ലാം ഇറങ്ങിപ്പോവും. ഇതിൻ്റെ പ്രശ്നം വരുന്നത് നമ്മളെപ്പോലെ സാധാരണപ്പെട്ട ആളുകൾ പെട്ടുപോവുക. ഇപ്പോൾ നാട്ടിൽ തന്നെ ഇപ്പം ആളുകളെല്ലാം ബഹളം വെക്കാൻ തുടങ്ങി. ഇപ്പം അതിൻ്റെ ഇതങ്ങോട്ട് അയച്ചു വന്ന് തമിഴ്നാട്ടിലില്ല പ്രശ്നം, കർണാടകയിലില്ല, കേരളത്തിൽ മാത്രം ഇലക്ട്രിസിറ്റി ഇല്ല, ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങാനൊക്കത്തില്ല, കറണ്ട് വന്ന് വരുന്നു, ഉള്ളത് വോൾട്ടേജ് ഇല്ല. നമ്മൾ നമ്പർ 1 എന്നൊക്കെയല്ലേ പറയുന്നത്, നമ്മളിവിടുത്തെ നമ്പർ 1. അപ്പോൾ ഇവിടെ കുറേ കിളവന്മാരിരുന്നിട്ട് അവരുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൊണ്ടിരാതെ ഒരു പഴയ ചിന്താഗതിയും കൊണ്ട് കുറേ പേര് വരുന്നു, കുറേ PR വർക്ക് ചെയ്യുന്നു, കുറേ ആളുകളെ പറ്റിക്കുന്നു. ഒരു റോഡും ആശുപത്രിയും ഹെൽത്തും ഒന്നും അല്ല. അതൊക്കെ ഇനി അതൊന്നും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിട്ട് എന്ന് നമ്മുടെ കേരളം ഡെവലപ്പാകും എനിക്കറിഞ്ഞൂടാ. എന്നിട്ട് ഇപ്പോൾ കുറേ ആളുകൾ വെളിയിൽ പോയി കിടന്ന് നിന്നുകൊണ്ട് ഇവിടേക്ക് ഇങ്ങനെയൊക്കെ ഓടുന്നു. നാളെ ഇതൊക്കെ ഇല്ലാതെ വന്നാൽ ഈ നാട്ടിൽ പോയാൽ എന്തുണ്ടാകും നമ്മുടെ നാടിൻ്റെ അവസ്ഥ? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക. ഞാനിപ്പോൾ പിന്നെ പുതിയ തലമുറയുടെ നിങ്ങൾ പറയുന്നത്, പഴയ ആൾക്കാർ രാഷ്ട്രീയ അടിമത്തത്തിലായി, അവരൊന്നും ഇനി മാറ്റാൻ നോക്കത്തില്ല. മാറ്റി നമ്മൾ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയില്ലുണ്ടല്ലോ, നമുക്ക് നാട്ടിൽ നിൽക്കാനൊക്കാത്ത സാഹചര്യം, ബിസിനസ് തുടങ്ങാനൊക്കാത്ത, ജീവിക്കാനൊക്കാത്ത സാഹചര്യം വരിക. ഇതെല്ലാം ഇനിയിപ്പോൾ ചൂട് കൂടത്തേ ഉള്ളൂ. കാലാവസ്ഥ വ്യതിയാനമൊക്കെ മാറി, ഇനിയിപ്പോൾ ചൂട് കൂടും. അതിനുള്ള ആൾട്ടർനേറ്റീവ് മെത്തേഡ് നമ്മൾ ഉണ്ടാക്കണം. അല്ലാതെ നമ്മൾ ബീച്ചിൽ പോയി കിടന്നിട്ടോ വെളിയിറങ്ങി കിടന്നിട്ടോ കട്ടിലടിക്കൽ കിടന്നിട്ടൊന്നും കാര്യമില്ല. ചൂട് ഇനിയും കൂടും. ചൂട് കൂടുമ്പോഴത്തേക്ക് എല്ലാ വീട്ടിലും AC വേണം. AC ൻ്റെ പവർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഒരു AC ഒന്നും മേടിക്കാൻ പറ്റാത്ത വീടുകളില്ല. എല്ലാ വീട്ടിലും അവർ മേടിച്ച് വെച്ചാൽ പക്ഷേ ഇത് യൂസ് ചെയ്യാൻ ഒക്കുന്നില്ല. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് യൂസ് ചെയ്യരുത്, AC ഇടരുത്, ഫാൻ ഇടരുത്, TV ഇടരുത്, ഒന്നും ഇടരുത്. ഒന്നും ഇടാതെ പിന്നെ എങ്ങോട്ട് പോകും? ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇതിനെതിരെ നമ്മളെല്ലാം പ്രതികരിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇവരെന്തെങ്കിലും. ഞാൻ ഇപ്പോഴും ക്ലിയറായിട്ട് പറയുന്നത്, കുറേ നമുക്ക് 47 നദികളുണ്ട്, കുറേ പദ്ധതി ഉണ്ടാക്കട്ടെ, പവർ പ്ലാന്റുകൾ ഉണ്ടാക്കട്ടെ. പ്രകൃതി എന്തായാലും പ്രകൃതി നശിക്കുകയാണ്. പ്രകൃതി പ്രകൃതി നമുക്ക് പുനരുദ്ധരിപ്പിക്കാം. നമുക്ക് ഇവിടെ ഒരു വനമില്ലെങ്കിൽ വേറെ ഫോറസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എത്ര അടുത്ത് ഫോറസ്റ്റ് ചെയ്താൽ. അല്ലാതെ ഇപ്പം നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞത് 2000 ഏക്കർ കിടപ്പുണ്ട് ശബരിമലയിൽ. അവിടെ നമുക്ക് ഒരു ആണവ നിലയം വരണമെങ്കിൽ വരട്ടെ, പവർ പ്ലാന്റ് വരുന്നെങ്കിൽ വരട്ടെ. നമ്മളിതൊന്നും ഇല്ലാതെ നമ്മൾ പ്രാകൃതിക ജീവിതത്തിലൂടെ പോവുകയും ചെയ്യും. ബാക്കിയുള്ള സ്റ്റേറ്റുകളും രാജ്യങ്ങളെല്ലാം ഡെവലപ്പ് ആവുകയും ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റിനെ തള്ളിക്കളഞ്ഞിട്ട് മുന്നോട്ട് പോകാനൊക്കത്തില്ല. ആ ചിന്താഗതിയെ മാറ്റണം. അത് കുറേ പേര് വോട്ട് പിടിക്കാനും അതൊരു ഇലക്ഷൻ തന്ത്രമാക്കിയിട്ട് ഡെവലപ്മെൻറ്റിനെ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകാൻ ഇപ്പോൾ മലയാളികളുടെ അവസ്ഥ എന്തുവാ? എഞ്ചിനീയർ പഠിച്ചവനും നേഴ്സിംഗ് പഠിച്ചവനും എല്ലാവരും വെളിയിൽ പോകേണ്ട വന്നു. നാട്ടിൽ ഒരു സ്ഥാപനമില്ല. നാട്ടിൽ കൂലിയുണ്ടോ? ഒരു ബേസിക് സാലറി ഏത് പണിക്ക് കിട്ടും? ഗവൺമെൻറ് ജോലി കിട്ടിയാൽ നിങ്ങൾക്ക് ഓക്കെ. ഒരു പ്രൈവറ്റ് ജോലി കിട്ടിയപ്പോൾ നേഴ്സന്മാർ അവർ ഒരുമിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് സാലറി കിട്ടി. ബാക്കിയുള്ളവരൊക്കെ അവസ്ഥ എന്തുവാ? എങ്ങനെ നാട്ടിൽ ഒരു ജോലി ചെയ്ത് നിങ്ങൾ ജീവിച്ചു പോകും?
ഒരു ബേക്കറി പോകുന്നതെന്ന് വെച്ചാൽ രാവിലെ 9 മണി തൊട്ട് രാത്രി 12 മണി വരെ പോയാൽ അവന് കിട്ടുന്ന 500 രൂപയാണ്. 500 രൂപ പോലും കൊടുക്കുന്നില്ല. മനസ്സിലായോ? അപ്പോൾ പറയുന്ന ബംഗാളി വേറെ ആൾക്കാർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് നമ്മൾ സൂക്ഷിക്കുക. ഇനിയിപ്പം നമ്മൾ ഓരോരുത്തരും നമ്മൾ മുന്നോട്ട് ഇറങ്ങിയില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഭയങ്കര ദുരിതമായിരിക്കും. ഈ പറയുന്ന പോലെ ഒന്നുമല്ല, ആളുകൾ ശരിക്കും അനുഭവിക്കും. അതുകൊണ്ട് എല്ലാവരും നോക്കിക്കണ്ട് ചെയ്യുക. നിങ്ങളുടെ ഒരു അവയർനെസ്സിന് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ ഒരു ഇതാണ്. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. ഞാനിത് ഇന്നതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഒന്ന് എടുത്തു വെച്ച് നോക്കിയപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇതാരും അറിയുന്നില്ലല്ലോ. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി കൊണ്ടുവന്ന ഡെവലപ്മെൻറ്റ് എന്തോ സ്മാർട്ട് മീറ്റർ പോലെ അവർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീചാർജ് ചെയ്തിട്ട് നമുക്ക് ഇത്ര യൂണിറ്റ് പൈസ ഇട്ട് അടിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാമായിരുന്നു. അപ്പോൾ അത് നടക്കുന്നുണ്ടോ? കാരണം അന്തരം മീറ്റർ റീഡ് ചെയ്യാൻ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരെ പ്രൊട്ടക്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഇത് എടുക്കാത്തത്. ഇതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം. നമ്മുടെ നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാർ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ലോബിയുണ്ട്. അവർക്ക് ജീവിക്കാനുള്ള പരിപാടികൾ ടാക്സ് ഊറ്റി എല്ലാവരും ചെയ്യും. ബാക്കിയുള്ള സാധാരണക്കാരെ ഇവർക്ക് ശമ്പളവും ഇവരുടെ കാര്യങ്ങളും നോക്കി നമ്മൾ കടന്ന് നമ്മൾ കഷ്ടപ്പെടുന്നു. നമുക്കൊരു ബെനിഫിറ്റും ഇല്ല. ഇതാണിപ്പോൾ നടക്കാൻ പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് പ്രവർത്തിക്കുക. ഇത് പറയാൻ വേണ്ടിയാണ് വന്നത്. ഓക്കെ.